Hi guys, welcome to our channel. നിങ്ങൾ എല്ലാവരും ഞങ്ങളുടെ വീഡിയോസ് കാണണം. കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, അടുത്തുള്ള ബെൽ ബട്ടണും അമർത്തണം. ഗായ്സ്, ഇന്ന് ഞങ്ങൾ വന്നേക്കുന്നതൊരു അടിപൊളി ഹെയർ കെയർ ടിപ്പായിട്ടാണ്. ഇപ്പോഴത്തെ ഒരുവിധം ആളുകളും നേരിടുന്ന ഒരു ബിഗ് പ്രോബ്ലമാണ് മുടി കൊഴിച്ചിലും താരനും. താരം വന്നാൽ പിന്നെ നമ്മുടെ മുടിയുടെ കാര്യമൊന്നും നോക്കേണ്ട ആവശ്യമില്ല, മുടി നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതിനൊരു നല്ലൊരു ടിപ്പാണ് ഞങ്ങൾ ഇന്ന് പറയുന്നത്. ഞങ്ങൾ ചെയ്യുന്ന ഈ ടിപ്പ് നിങ്ങൾക്ക് ഡെയിലി നൈറ്റ് കിടക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ കുളിക്കണേക്കാൾ മുന്നെയോ യൂസ് ചെയ്യാം. ഇതൊരു 3 to 4 അവർ തലയിലിരിക്കുന്നതാണ് നല്ലത്. ഒരുവിധം ആളുകളുടെ എല്ലാം വീടുകളിൽ കിട്ടുന്ന ഒന്നാണ് മുരിങ്ങയില. അതുകൊണ്ടാണ് നമ്മളിന്ന് ഈ ടിപ്പ് ചെയ്യുന്നത്. നമ്മളിത് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു സ്പ്രേ ബോട്ടിലിൽ സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾക്ക് ഇത് ഒരാഴ്ചകളോളമൊക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്താൽ മതിയാകും. നമ്മൾ യൂസ് ചെയ്യുന്നതിന് 1 അവർ മുമ്പെങ്കിലും ഇത് പുറത്തെടുത്ത് വെച്ചിട്ട് വേണം നമ്മൾ യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനുവേണ്ടി നമ്മൾ എടുത്തേക്കുന്നത് ഒരു പാത്രത്തിൽ കുറച്ച് മുരിങ്ങയിലയാണ്. ആ മുരിങ്ങയിലയുടെ ഇല മാത്രം നമുക്കൊന്ന് കിള്ളി മാറ്റാം. ഇനി നമ്മൾ അതിലേക്ക് യൂസ് ചെയ്യുന്നത് ഒരു 5-6 പേരയിലയും ഒരു 2 തണ്ട് തുളസിയിലയും ആവശ്യത്തിന് കഞ്ഞിവെള്ളവും. നിങ്ങൾ മെയിനായിട്ട് നോക്കേണ്ട ഒരു കാര്യം, കഞ്ഞിവെള്ളം എടുക്കുമ്പോൾ നല്ല കുറുകിയ കഞ്ഞിവെള്ളം എടുക്കാനായിട്ട് നോക്കാം. അത് പിന്നെ നന്നായിട്ട് തണുത്തിട്ടുണ്ടാവണം. പിന്നെ അതിലേക്ക് വേണ്ടത് ഒരു വിറ്റാമിൻ ഇയുടെ ക്യാപ്സ്യൂളാണ്. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഈ മുരിങ്ങയിലയുടെ ഇല ഇട്ട് കൊടുക്കാം. അതിൽ ചെറിയ ചെറിയ തണ്ടൊക്കെ ഉണ്ടെങ്കിലും കുഴപ്പമില്ല, വലുത് ഉണ്ടാവാതിരുന്നാൽ മതി. ഇനി നമ്മൾ ഇടാൻ പോകുന്നത് പേരയിലയാണ്. പേരയില നന്നായിട്ട് കഴുകിയിട്ട് വേണം നമ്മൾ യൂസ് ചെയ്യാനായിട്ട്. അത് നമുക്ക് ചെറുതായിട്ടൊന്ന് കൈവച്ച് കീറിയിട്ട് കൊടുക്കാം. പേരയിലയുടെ അളവ് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇപ്പോൾ ഞങ്ങളൊരു 6-7 പേരയില യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇടാൻ പോകുന്നത് തുളസിയിലയാണ്. തുളസിയിലയും കഴുകിയിട്ട് വേണം നമ്മൾ നന്നായിട്ട് ഇട്ട് കൊടുക്കണം. ഇനി വേണ്ടത് കഞ്ഞിവെള്ളമാണ്. നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന കഞ്ഞിവെള്ളം ഒരു സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. അതായത് നമ്മൾ എടുത്തേക്കുന്ന ക്വാണ്ടിറ്റിയുടെ അനുസരിച്ച് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം. അതൊന്ന് ചെറുതായിട്ട് അരഞ്ഞു കിട്ടാൻ വേണ്ടിയാണ് നമ്മളത് ഒഴിച്ചു കൊടുക്കുന്നത്. ഇപ്പം നമ്മുടെ മുരിങ്ങയിലയും പേരയിലയും തുളസിയിലയും എല്ലാം കൂടി നന്നായിട്ടൊന്ന് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു അരിപ്പെടുത്ത് ഇതൊന്ന് അരിച്ചെടുക്കാം. നമുക്കിതിൻ്റെ വെള്ളം മാത്രം ആവശ്യമുള്ളൂ. അരച്ചപ്പോൾ കിട്ടിയ ആ രീതിയിൽ തന്നെ വേണമെങ്കിൽ തലയിൽ യൂസ് ചെയ്യാം. പക്ഷേ അതൊക്കെ നമ്മുടെ തലയിൽ നിന്ന് കഴുകിക്കളയാനായിട്ടൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ഞങ്ങൾ വെള്ളം മാത്രം അതിൽ നിന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഒരു ചെറിയൊരു കട്ടിപ്പിൽ വെള്ളം നമുക്ക് കിട്ടണം. അപ്പം നമ്മുടെ വെള്ളം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് പൊട്ടിച്ചൊഴിക്കാൻ പോകുന്നത് വിറ്റാമിൻ ഇയുടെ ഒരു ക്യാപ്സ്യൂളാണ്. നിങ്ങൾ എടുക്കണതിൻ്റെ ക്വാണ്ടിറ്റിയുടെ അനുസരിച്ച് വേണം നിങ്ങൾ ക്യാപ്സ്യൂളും ചേർത്ത് കൊടുക്കാനായിട്ട്. ഇതിൽ കൂടുതലുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 ക്യാപ്സ്യൂളോ 3 ക്യാപ്സ്യൂളൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. വിറ്റാമിൻ ഇയുടെ ക്യാപ്സ്യൂള് നമ്മുടെ തലമുടിക്കൊക്കെ നല്ലതാണ്. അപ്പോൾ നമ്മൾ വിറ്റാമിൻ ഇയുടെ ക്യാപ്സ്യൂളൊക്കെ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ മിക്സൊക്കെ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഗുണങ്ങൾ എന്ന് പറയുന്നത് താരനെയൊക്കെ നമുക്ക് ഒരു പരിധി വരെ ഇല്ലാതാക്കാം. തലമുടിയുടെ അറ്റമൊക്കെ പിളരുന്നതൊക്കെ തടയാനായിട്ട് പറ്റും. പിന്നെ നമുക്ക് മുടി കൊഴിച്ചിലൊക്കെ തടയാം. നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് നിങ്ങൾ സ്പ്രേ ചെയ്താണ് തലയിൽ കൊടുക്കുന്നത്. അപ്പോൾ ഹെഡ് പെയിനോ തുമ്മലോ എന്നുള്ളവരൊന്നും ഇത് അധികം യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ഇത് നമ്മൾ തലയിൽ കുറച്ച് നേരം വെക്കേണ്ട ആവശ്യമുള്ളതാണ്. ഇത് നമുക്കിനി ഒരു സ്പ്രേ ബോട്ടിലേക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങളുടെ വീട്ടിൽ സ്പ്രേ ബോട്ടിൽ ഇല്ലെങ്കിൽ നിങ്ങളൊരു കോട്ടൺ ഉപയോഗിച്ച് ജസ്റ്റ് നിങ്ങളുടെ തലയോട്ടിയിലേക്ക് ഒന്ന് തേച്ച് കൊടുത്താലും മതിയാകും. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾ ഞങ്ങളുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് അമർത്താം, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.